സുരേഷ് ചേട്ടന് ഏറ്റവും കിട്ടിയൊരു ബ്ലെസ്സിങ് എന്താണെന്നറിയാം സുരേഷ് ചേട്ടാ, ശരിക്കും നമ്മുടെ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ നിന്ന് എന്താ പറയുക വർക്ക് ചെയ്യാൻ പറ്റി, അതേപോലെ നമ്മുടെ കമലഹാസൻ സാറുമായിട്ട് സംസാരിക്കാൻ പറ്റി. ചേട്ടാ എങ്ങനെ അവരോടൊക്കെ വർത്താനം പറയും? എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടും ക്യൂരിയോസിറ്റിയും കൊണ്ട് ചോദിക്കുക. അവരൊക്കെ മനുഷ്യരാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു സൂപ്പർ സ്റ്റാർസിനെയൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയിൽ തന്നെ അദ്ദേഹം വന്നില്ലേ, അപ്പൊ ചേട്ടാ എങ്ങനെ വർത്താനം പറഞ്ഞു? അവിടെ നിന്ന് എല്ലാവർക്കും കമൽ സാറിനെ കണ്ടപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തലേ ദിവസം തന്നെ ഈ പാട്ടിങ്ങനെ പാടണം, എല്ലാവരും പാട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ശരിക്കും പഴയ കാലത്ത് ഒരു കമലഹാസനായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കമൽ സാർ വന്നപ്പോൾ എനിക്ക് വളരെ ഫീലിംഗ് തോന്നിയില്ല. കാര്യം ഞാനും കമലഹാസനാണ്. അങ്ങനെയാണ് എൻ്റെ വേഷമൊക്കെ, പാൻറ് ഷർട്ടും ഈ മാടപ്രാവേവ എന്ന പാട്ട് പാടണം. അപ്പോൾ ഞാനൊരു കമലഹാസനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും കമൽ സാർ കയറി വന്നപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല പ്രത്യേകിച്ച്. പക്ഷേ ഒരു ഉള്ളിലൊരു ഞടുക്കമുണ്ടായി. കാര്യം ഇനി ഈ പാട്ട് പാടി ഡാൻസ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലാണല്ലോ, അപ്പോൾ ഇതേ ഇനി എന്ത് പറയുന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കമൽ സാർ എന്നെ കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അടുത്തിരുന്നില്ല, ഞാൻ മാറി ഞാൻ അടുത്തിരുന്നില്ല, മാറി. എങ്കിലും കമൽ സാറിനെ അവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും കരുതിയതല്ല. കണ്ടപ്പോൾ അദ്ദേഹം പോയി കഴിയുന്നവരേക്കും ഞങ്ങൾക്ക് ആർക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. വേറൊരു ലോകത്തായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങളെല്ലാവരും അയ്യോ ഇത് ചോദിക്കായിരുന്നു അത് ചോദിക്കായിരുന്നു എന്ന് നമുക്ക് തോന്നി. അതാ ഞാനിപ്പോ ചോദിച്ചത്, അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിക്കാൻ തോന്നിയോ വല്ലോ? ശരിക്കും ബിഗ് ബോസിൽ ആ ദിവസം വരയ്ക്കും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പോകണം. ഞാൻ പൂർണ്ണമായും 100 ദിവസം നിൽക്കാൻ പോയ ഒരാളല്ല, 10-20 ദിവസത്തേക്കെന്ന് പറഞ്ഞ് പോയതാണ്. കുറച്ച് പാട്ടൊക്കെ പാടി തമാശയൊക്കെ കാണിച്ചിട്ട് വരാമെന്ന് കരുതിയപ്പോൾ. അപ്പം ഞാൻ പോകുമ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരവിടെ ഉണ്ടായിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയൊക്കെ ആയിരുന്നു. പക്ഷേ ലാലേട്ടൻ എപ്പോഴും പറയും ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ അതിനെക്കാട്ടി നല്ല കാര്യങ്ങളല്ലേ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർത്തി. ശരിക്കും കമൽ സാർ വന്ന് പോയതിനു ശേഷമാണ് കുറച്ചുകൂടെ എന്താണ് ആ ഷോയുടെ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഞങ്ങൾ അതിനകത്ത് കിടക്കുന്ന അത്രയും ആൾക്കാർ അവർ തന്നെയാണ് സമൂഹം എന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ അതിനോടുള്ള ഒരു ഡീപ്നെസ് വന്നത്. സുരേഷ് ചേട്ടൻ അഭിനയത്തിൽ നിന്നും തീർച്ചയായും വ്യത്യാസമായ റിയാലിറ്റി ഷോയിലേക്കാണ് പോയത്. അപ്പൊ ശരിക്കും അതിനകത്ത് എന്ത് തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നുമില്ല? ഒന്നുമില്ല, ഒരു തയ്യാറെടുപ്പില്ല. ഞാൻ 20 ദിവസം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. എന്തായാലും പോയി പേളിനെ ശ്രീനിഷിനെയും കെട്ടിച്ചു. അവര് എന്താ പറയുന്നത്, അവരെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയല്ലേ. അവരിപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട് അവർക്ക്. അതായിരിക്കും അടുത്ത മാസം കല്യാണം. സുരേഷ് ചേട്ടൻ ഇനി വേറെ പ്രോജക്ട്സ് ഇപ്പൊ പറഞ്ഞതല്ലാതെ ഇനി അടുത്തത് അഭിനയിക്കാൻ പോകുന്നു, അത് ഡയറക്ഷനിലേക്ക് തിരിയാൻ പോകുന്നു? ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പരോൾ എന്ന സിനിമയിൽ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് എഴുതി പാടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാലേട്ടനുമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ 1-2 പേര് വിളിച്ചിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസം കൊണ്ട് തുടങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ത്രില്ലിൽ നിൽക്കുകയാണ്. അതെ, ഇപ്പം ലാൽ സാറുമായിട്ട് ഇപ്പോൾ ഒരു വലിയ ഷോ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ചേട്ടന് നല്ല അടുപ്പമുണ്ട് ലാൽ സാറുമായിട്ട്. നല്ല അടുപ്പമുണ്ട്, എന്നോട് നല്ല സ്നേഹമാണ്. പക്ഷെ നമ്മൾ ആ സ്നേഹം നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ നിന്ന് അഭിനയിക്കണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ മമ്മൂക്കയുടെ അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ചോദിച്ചു, ഷോർട്ട് ചോദിച്ചു, ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെ കൈ കാണിച്ചു കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല എൻകറേജിങ് ആയിരുന്നു. അപ്പൊ ഇനി ലാൽ സാറിന് എന്നാ തുടങ്ങുന്നത്? അത് അവർ വിളിച്ചവർ പറഞ്ഞത് ഏപ്രിൽ മെയ് മാസം എന്നാണ് പറഞ്ഞത്. അതിനിപ്പോ ദൈവം തമ്പുരാന്റെ എന്താ തീരുമാനിക്കുന്നതെന്ന്. സുരേഷ് ചേട്ടൻ ഇപ്പൊ എഴുതിയ പാട്ടല്ലാതെ നമ്മുടെ സിനിമയിലൊക്കെ ഹിറ്റ് ആവുന്ന പാട്ട് ഏതായാലും സുരേഷ് ചേട്ടൻ പാട്ടത്തില്ലേ? എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ തുടങ്ങി വന്നത്. ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരൂ. കാടുകൾ കളിവീടുകൾ, കാടുകൾ കളിവീടുകൾ, കതിരിട്ട മാനവ സംസ്കാരത്തിൻ വാടികൾ, പൂമ്പാടികൾ, വള്ളിത്തൊട്ടിലുകൾ, കാടുകൾ കളിവീടുകൾ, ഇങ്ങനെ തുടങ്ങുന്ന പാട്ട്. ഇതൊക്കെ ഞാൻ തന്നെ വിളി അധികം പാടാത്ത. എൻ്റെ പാട്ട് പാടിയാൽ അതിലെ സംഗതി പോയി അവിടെ കുറഞ്ഞു ആരും പറയില്ല. മറ്റേ പാട്ടുകൾ പാടി കഴിഞ്ഞാൽ പാടി കുളവാക്കിയെന്ന് പറയും. ഒന്നും പറയില്ല. സുരേഷ് ചേട്ടാ, നമുക്കൊരു വ്യക്തി ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞാൽ ആരും കുറ്റം പറയില്ല. ഞാൻ ആദ്യം സിനിമാ പാട്ടുകൾ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഒത്തിരി നമ്മൾ എപ്പോഴും കൂട്ടുകൂടുമ്പോൾ. ഈ മാടപ്രാവേ അറിയോ? മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ,
ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. ഞാൻ കമൽസാറിന്റെ മുമ്പ് ഇങ്ങനെ നിന്നില്ല. അവിടെ നിന്നു അങ്ങനെ അദ്ദേഹം കാണിച്ച പോലെ തന്നെ സുരേഷ് ചേട്ടാ ചെയ്തു. ഓക്കെ, സുരേഷ് ചേട്ടാ സാധാരണ ഒരു വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുമ്പോൾ നമ്മളെ 10 പേര് അറിഞ്ഞു വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മേക്ക് ഓവർ ഉണ്ട്. അതായത് മൊത്തം നമ്മുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ഒന്ന് മാറ്റുക. സുരേഷ് ചേട്ടാ അങ്ങനെ മാറണമെന്നും പുതിയ പല്ലൊക്കെ വെക്കണം എന്നൊക്കെ തോന്നിയേ? ഇല്ല. അതെന്താ സുരേഷ് ചേട്ടാ? പല്ല് വെച്ച് കഴിഞ്ഞാൽ ആരും സിനിമയിൽ വിളിക്കാനല്ലേ, പല്ലില്ലാത്തല്ലേ സിനിമയിൽ പല്ലില്ലാത്തോണ്ടാണോ കളിക്കുന്നത്. അല്ല, ശരിക്കും അങ്ങനെ പറയും നല്ലൊരു മേക്ക് ഓവർ. പല്ലുണ്ടായിരുന്നെങ്കിൽ സാർ എന്നെ സിനിമയിൽ എടുക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് മാത്രമേ എടുക്കുള്ളായിരുന്നു. പല്ലും കൂടെ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പല്ലില്ലാത്തതാണ് സുരേഷ് ചേട്ടൻ്റെ ഗ്ലാമർ. ആ സാറ് അതാണ്. മമ്മൂക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് പല്ല് വയ്ക്കണം പല്ല് വയ്ക്കണം പല്ല് വെച്ച്. ഞാൻ പല്ല് വെച്ച ചാൻസ് ഒക്കെ പോകില്ലെന്ന് വെച്ചു. അങ്ങനെയൊന്നും പോകില്ല. പണ്ടൊരു നടൻ ഉണ്ടായിരുന്നു, പുള്ളി പൂർണ്ണ കസണ്ടിക്കാരനായിരുന്നു. പുള്ളി പിന്നെ വിഗ്ഗൊക്കെ വെച്ച് അഭിനയിച്ച് മലയാളത്തെ സൂപ്പർ സ്റ്റാർ വരെ ആയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അല്ല ശരിക്കും ഈ പല്ല് എങ്ങനെ പോയി സുരേഷ് ചേട്ടാ? മുറുക്കാൻ വെച്ചായിരിക്കും ഇത് ഞാൻ പറയട്ടെ? പറയൂ. ഇതെന്താ സാധനം? അത് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. എന്താ സുരേഷ് ചേട്ടാ? ഇതുപോലെ ഒരു സാധനം കുടിച്ച് മണ്ട കറങ്ങി വണ്ടി ഓടിച്ച. ഇതുപോലൊരു സാധനം കുടിച്ച് വണ്ടി ഓടിച്ചോ? വണ്ടി ഓടിച്ചിട്ട് രാത്രിക്ക്. തിരിച്ച് ബോധം വന്നപ്പോ പല്ലില്ല. തിരിച്ച് പോകുന്നതല്ല. അപ്പോൾ പല്ല് എനിക്കറിയാം എൻ്റെ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതെന്നറിയാം. അപ്പോൾ തന്നെ അവിടെ മറ്റേ ഈ 108 വണ്ടി, ആ വണ്ടി കണ്ടുപിടിച്ചാണ് സമ്മതിക്കും. പോലീസൊക്കെ അവിടെ എത്തി. തിരുവനന്തപുരത്ത് വെച്ചാ? നമ്മുടെ ഫ്ലൈ ഓവർ തമ്പാനൂർ അതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു. പിന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ രാവിലെ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു ഹോസ്പിറ്റലിൽ. ഇത്രയും വയ്യാതായിട്ടോ? മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളാണല്ലോ. അപ്പോൾ പോലീസ് കേസൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയതാണ്. സുരേഷ് ചേട്ടൻ അഭിനയിച്ച പടം അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പാട്ട് എഴുതി കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഇനി പറഞ്ഞാൽ എഴുതി കൊടുക്കാൻ പോകുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ചോദിക്കുമ്പോഴേ പറയുന്നു, എല്ലാം പറയാതിരിക്കുക. അതിപ്പോൾ നടന്നാലല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. ചെയ്യാൻ പോണ കാര്യം അല്ല, എന്നാലും ചുരുക്കം ഒരു ഞാൻ ഇന്ന പോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ സുരേഷ് ചേട്ടാ? അതിപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒളിച്ചിട്ടില്ലല്ലോ. ചോദിച്ചപ്പോൾ ഒളിച്ചിട്ടില്ലല്ലോ, പറഞ്ഞല്ലോ. എന്തോ സുരേഷ് ചേട്ടാ? അതല്ല, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം വരും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്നാലും സുരേഷ് ചേട്ടന് ഞങ്ങൾ എല്ലാവരുടെയും വീട്ടില്, ഞങ്ങളുടെ എല്ലാ മലയാളി പ്രേക്ഷകരുടെയും വീട്ടിലെ ഒരു അംഗമാണ്. ഞാൻ യൂണിയനിൽ ജോലി ചെയ്യുമ്പോൾ, സിനിമയിൽ തൊട്ട് മുമ്പ് യൂണിയനിൽ യൂണിയനിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ പാട്ട് എഴുതും, കഥ എഴുതും എന്നുള്ള. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. അറിയാവുന്ന ചില കൂട്ടുകാരുണ്ട്, അവരുമായിട്ടാണ് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത്. അവരത് പാട്ട് കേട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവരത് കഥ വായിച്ച് കഴിയുമ്പോഴോ അപ്പോൾ എൻ്റെ ജോലി അവിടെ തീരുന്നു. പിന്നെ ഞാൻ പുതിയ പാട്ട് എഴുതാനോ അല്ലെങ്കിൽ പുതിയ കഥയ്ക്കോ അങ്ങനെ ഇതായിട്ട് പോവുക. ഇത് അല്ലെങ്കിൽ അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ പാട്ട് എഴുതുന്ന കാര്യം. അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ പാട്ട് എഴുതുമെന്നോ പാട്ട് പാടുമെന്നുള്ള കാര്യം. അത് ബിഗ് ബോസ് ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞ അതിലെ പാട്ടൊക്കെ കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് അറിയുന്നത്. സുരേഷിന്റെ ഫാമിലി, അമ്മ, ഞങ്ങൾ 6 പേരാണ്. എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ 4 അനുജത്തിമാർ. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ആണായിട്ടുള്ളൂ. പിന്നെ ചേച്ചി ഇടയ്ക്ക് മരിച്ചു, ഒരു 2 മാസം ആകത്തുള്ളൂ. ബാക്കി ഇപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. എല്ലാവരും മറ്റുള്ളവരെല്ലാവരും വിവാഹിതരായി, അടുത്തൊക്കെ തന്നെയാണ് താമസം. കല്യാണം കഴിക്കാൻ ഞാനിപ്പോൾ ഉടനെ ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, ഡയറക്ഷൻ്റെ, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാരും വിളിക്കണേ കല്യാണത്തിന്, ഉറപ്പാണ്. നാട്ടുകാരെല്ലാരും കേട്ടോണ്ടിരിക്കുവാന്നേ. ഇത് ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാണോ പറഞ്ഞേ? അല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ പടം കഴിഞ്ഞ കല്യാണം കഴിക്കുന്നത്? ഈ പടം കഴിഞ്ഞ കല്യാണം കഴിക്കണമെന്നുള്ളൊരു റിലീസിന് മുന്നേ അങ്ങനെ സംഭവിക്കുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈശ്വര നിശ്ചയം. അതെ, ഈശ്വര നിശ്ചയം. അപ്പൊ കണ്ടുവച്ചിട്ടുണ്ടെന്നറിയ ഉറപ്പായി. കണ്ടുകൊണ്ട് സൈലൻസ് ഉണ്ട്. എന്നാ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ഞങ്ങളൊന്ന് കേട്ടോട്ടെ സുരേഷ് ചേട്ടാ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെയല്ല, ഒരു പെൺകുട്ടിയായിട്ട് ഒരു എന്താ പറയുക ചെറിയ അടുപ്പമുണ്ട്. കല്യാണം കഴിക്കാനുള്ള തീരുമാനം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഒരാളുടെ മാത്രം കാര്യമില്ലല്ലോ, രണ്ടുപേരും കൂടെ ആലോചിക്കുമ്പോഴേ അത് വരത്തുള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരി എന്തോ പറയുക തിരക്കിലാണ്.
തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. കാര്യം ഞാനിപ്പം പറയുന്നൊരു പറയൂ സുരേഷ്, വിവാഹമൊക്കെ പകുതി കോമ ഇടല്ലേ. വിവാഹം കഴിഞ്ഞാൽ ആണുങ്ങളെ ഇപ്പോൾ പൂട്ടിയിടയല്ലേ ചെയ്യുക. ആണുങ്ങളുടേതായിട്ട് എന്തെങ്കിലും കാര്യം നടക്കൂ. അത് അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ചുമ്മാ ഇങ്ങനെ കുറെ അതെ, ഞാൻ വാക്കുകൾ. പറയാം, ജീവിതത്തിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ ഒരാളിനാണെങ്കിൽ അത് ഓക്കെ, ദർശകം. ഇപ്പം ഒന്നും ആകാതെ നിൽക്കുന്ന ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞാൽ അയാൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കുടുംബത്തിന് ചിലവ് കൊടുക്കാതെയാണ് അയാൾ ക്രിയേറ്റീവ് ചെയ്യുന്നത്. എന്താ അർത്ഥമുള്ളത്? ക്രിയേറ്റീവ് ചെയ്യുന്ന ഒരാൾ അയാൾ കുടുംബം നോക്കാതെയാണ് അയാൾ ചുമ്മാ എഴുതുകയാണ്, പാടുകയാണ്, പാട്ട് പാടുകയാണ്, നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, കുടുംബം നോക്കണം. നോക്കണം. ഞാൻ ഇതിനു മുമ്പേ കല്യാണം കഴിഞ്ഞെങ്കിൽ എത്രയോ ഡൈവേഴ്സ് ആയിപ്പോയാണ് സത്യം. കാര്യം ഞാൻ അത്രയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ആളൊന്നുമില്ല സത്യത്തിൽ. എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ല. അപ്പം ഒരു വിവാഹ ജീവിതമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിങ്ങനെ ആയിത്തീരില്ല സത്യം. കാര്യം ഞാൻ കുടുംബത്തെ വഞ്ചിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബം നോക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം. എല്ലാം ഈശ്വരന് ഇട്ട് കൊടുക്കാം. അപ്പൊ ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോകാം.